ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ഏറ്റവും വീക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കൊണ്ട് പലരും വിലയിരുത്തിയത് അത് മധ്യനിരയെ തന്നെയാണ്. അതായത് മധ്യനിരയിൽ മികച്ച താരങ്ങളുടെ അഭാവം ബ്രസീലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന സൈക്കിളിൽ കൂടുതൽ യുവതാരങ്ങളെ മിഡ്ഫീൽഡിലേക്ക് കാർലോ ആഞ്ചലോട്ടി കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് മധ്യനിരയിൽ 7 കാറ്റഗറികളിലായിക്കൊണ്ട് ഇപ്പോൾ 19ഓളം താരങ്ങളെ ബ്രസീലിന് ലഭ്യമാണ്, യുവതാരങ്ങളെ ബ്രസീലിന് ലഭ്യമാണ്. അതിൽ നിന്നും 7 താരങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന ഒരു ജോലിയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് അവശേഷിക്കുന്നത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഡീപ്പ് കൺട്രോളർ മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് 4 താരങ്ങളെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. 25 വയസ്സുള്ള ആൻഡ്രെ, 27 വയസ്സുള്ള മൗറോ ജൂനിയർ, 18 വയസ്സുള്ള ലുക്കാസ്, 20 വയസ്സുള്ള ഗബ്രിയേൽ മോസ്കാർഡോ. ഈ 4 താരങ്ങളിൽ ഒരാളെ ഡീപ്പ് കൺട്രോളർ എന്ന കാറ്റഗറിയിൽ കാർലോ ആഞ്ചലോട്ടിക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈബ്രിഡ് പിവോട്ടായിക്കൊണ്ട് ഒരു താരത്തെ ഇദ്ദേഹത്തിന് പരിഗണിക്കാം. 22 വയസ്സുള്ള ആൻഡ്രേ സാന്റോസ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നു. അതുപോലെ തന്നെ 27 വയസ്സുള്ള എഡേഴ്സൺ, 25 വയസ്സുള്ള ഡാനിലോ സാന്റോസ്. ഈ 3 ഓപ്ഷനുകൾ അവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ബോൾ വിന്നർ ആയിക്കൊണ്ട് 2 താരങ്ങളെ കാർലോ ആഞ്ചലോട്ടിക്ക് മധ്യനിരയിലേക്ക് ലഭ്യമാണ്. 25 വയസ്സുള്ള ജാവോ ഗോമസ്, 30 വയസ്സുള്ള ജോലിൻഡൻ എന്നിവരാണ് ഓപ്ഷനുകൾ. അതുപോലെ തന്നെ പ്രോഗ്രസീവ് 8 നമ്പർ ആയിക്കൊണ്ട്, അഥവാ ഒരു അറ്റാക്കിംഗ് 8 നമ്പർ ആയിക്കൊണ്ട് 3 താരങ്ങളെ ലഭ്യമാണ്. ഗേഴ്സൺ 29 വയസ്സുള്ള താരമാണ്. 24 വയസ്സുള്ള മാത്യൂസ് മാർട്ടിനെല്ലി, അതുപോലെ തന്നെ 25 വയസ്സുള്ള ഡാനിലോ സാന്റോസും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന താരമാണ്. ഇനി ടെമ്പോ കൺട്രോളർ എന്ന കാറ്റഗറിയിൽ ഒരു മികച്ച താരത്തെ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. 21 വയസ്സുള്ള ബ്രീനോ ബൈഡനാണ് ആ താരം. വലിയ ഭാവി ബ്രീനോ ബൈഡന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇനിയൊരു അഡ്വാൻസ്ഡ് 8 നമ്പർ ആയിക്കൊണ്ട് ഒരു താരത്തെ കാർലോ ആഞ്ചലോട്ടിക്ക് ഉൾപ്പെടുത്താം. 27 വയസ്സുള്ള ഗബ്രിയേൽ സറ. കഴിഞ്ഞ മത്സരത്തിലൊക്കെ തുർക്കിയിൽ മികച്ച പ്രകടനം ഗലാറ്റസറയ്ക്ക് വേണ്ടി ഗബ്രിയേൽ സറ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രിയാസ് പെരേര 30 വയസ്സുള്ള താരമാണ്. ഒരു അഡ്വാൻസ്ഡ് 8 നമ്പർ ആയിക്കൊണ്ട് മിഡ്ഫീൽഡിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന 2 താരങ്ങളാണ് ഗബ്രിയേൽ സറയും ആൻഡ്രിയാസ് പെരേരയും. അതുപോലെ തന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയിക്കൊണ്ട് ഒരുപാട് താരങ്ങൾ, 4 താരങ്ങളെ പ്രധാനമായും ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. ഇവാണ്ടർ ഫെരേര 28 വയസ്സുള്ള താരമാണ്. ഇപ്പോൾ മികച്ച പ്രകടനം ഇവാണ്ടർ നടത്തുന്നു. ഒരുപാട് ലോങ് റേഞ്ച് ഗോളുകളൊക്കെ ഇദ്ദേഹത്തിൽ നിന്നും പിറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ 30 വയസ്സുള്ള മാത്യൂസ് പെരേര ഒരു താരമാണ്. 21 വയസ്സുള്ള ഗബ്രിയേൽ ബോൻഡംബോ, നമുക്കറിയാം സാന്റോസിന് വേണ്ടി കളിക്കുന്ന താരമാണ്. അതിനേക്കാൾ ഉപരി 18 വയസ്സ് മാത്രമുള്ള ഗബ്രിയേൽ മെക്ക് ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ തകർപ്പൻ പ്രകടനം നടത്തുന്നു. അദ്ദേഹത്തെയും കാർലോ ആഞ്ചലോട്ടിക്ക് പരിഗണിക്കാം. ഇങ്ങനെ 19ഓളം താരങ്ങളെ മധ്യനിരയിലേക്ക് മാത്രമായിക്കൊണ്ട് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. ഇതിൽ ഏതൊക്കെ പുതുമുഖങ്ങളെ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.